ഹലോ ഫ്രണ്ട്സ്, ശ്രീ ഗണേഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2025 റിലീസായ തമിഴ് മൂവിയാണ് 3BHK. ഇതൊരു ഫാമിലി ഡ്രാമ മൂവിയാണ്. 3BHK എന്ന സിനിമ വാസുദേവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തി, മകൻ പ്രഭു, മകൾ ആരതി എന്നിവരടങ്ങുന്ന ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത്. ചെന്നൈയിൽ തങ്ങൾക്കൊരു 3BHK സ്വന്തമാക്കുക എന്നതാണ് അവരുടെ പ്രധാന സ്വപ്നം. 2006 മുതൽ 2027 വരെയുള്ള 2 ശതാബ്ദങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സ്വന്തമായൊരു വീട് എന്ന ഈ ആഗ്രഹം സാധ്യമാക്കാൻ അവർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളും വ്യക്തിപരമായ തിരിച്ചടികളും ഈ കാലയളവിൽ സിനിമ വ്യക്തമാക്കുന്നു. വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ നഗരത്തിൽ ഒരു സ്ഥിരമായ സ്ഥാനമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. ഈ സ്വപ്നത്തിനു വേണ്ടി അവർ ഒരു കുടുംബം എന്ന നിലയിൽ ചെയ്യുന്ന ത്യാഗങ്ങൾ, പ്രത്യേകിച്ച് പ്രഭുവിൻ്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ആരതി സ്വന്തം ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നത് സിനിമ എടുത്തു കാണിക്കുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സമ്മർദ്ദങ്ങളും IT മേഖലയിലെ അതിവേഗ വളർച്ചയും ഈ സിനിമ ചർച്ച ചെയ്യുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനോടുള്ള താല്പര്യമുണ്ടായിരുന്നിട്ടും പ്രഭുവിനെ IT രംഗത്തേക്ക് തിരിയേണ്ടി വരുന്നു. റിയൽ എസ്റ്റേറ്റ് വിലയിലുണ്ടായ അപ്രതീക്ഷിത കുതിപ്പ് പോലുള്ള തടസ്സങ്ങൾ കാരണം അവർക്ക് അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന പല സന്ദർഭങ്ങളിലൂടെയും അവരുടെ തുടർച്ചയായ പോരാട്ടം ഊന്നി പറയുന്നു. 3BHK എന്ന സിനിമ ഇടത്തരം കുടുംബത്തിൻ്റെ അതിജീവന ശേഷിയും കുടുംബ ബന്ധങ്ങളിലെ നിശബ്ദമായ കരുത്തും വ്യക്തമാക്കുന്നു. പ്രഭു തൻ്റെ ജോലി ഉപേക്ഷിച്ച് തൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തിരികെ പോകുന്നു. ചെന്നൈ പോലുള്ള തിരക്കേറിയ നഗരത്തിൽ സ്വന്തമായൊരു വീടെന്ന സ്വപ്നവുമായി ബന്ധപ്പെട്ട ത്യാഗങ്ങളും പ്രതീക്ഷകളും യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിക്കുന്നതിലാണ് ഈ സിനിമയുടെ വിജയം. സിനിമയുടെ ക്ലൈമാക്സിൽ പ്രഭു സ്വന്തമായൊരു വീട് വാങ്ങി എന്നാണ് കാണിക്കുന്നത്. നടൻ കാർത്തിയുടെ ശബ്ദത്തിലൂടെ സിനിമ നൽകുന്ന സന്ദേശം വീടൊരു കെട്ടിടം മാത്രമാണ്, ഒരു സന്തോഷമുള്ള കുടുംബം താമസിക്കുന്നിടമാണ് വീട് എന്ന് ഓർമ്മിപ്പിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സ് ആൻഡ് ഓൺലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.